മലയോര ഗ്രാമമായ പാലപ്പള്ളിയിൽ നിന്നും സംസ്ഥാനത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് സുഫ്ന ജാസ്മിൻ എന്ന കൊച്ചുമിടുക്കി. പ്രതിസന്ധികൾ പലതുമുണ്ടായിട്ടും എല്ലാ കഷ്ടപ്പാടിനെയും തരണം ചെയ്യുവാനുള്ള മനക്കരുത്തുകൊണ്ട് സുഫ്ന നേടിയെടുത്തത് വർഷങ്ങളായി കണ്ട സ്വപ്നമാണ്. ഏറെ കഠിനാധ്വാനത്തിനും പരിശ്രമങ്ങൾക്കും ഒടുവിലാണ് പാലപ്പള്ളി സ്വദേശിയായ സുഫ്ന ജാസ്മിൻ ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ വനിതകളുടെ വെയ്റ്റ് ലിഫ്റ്റിംഗിലൂടെ കേരളത്തിന്റെ ആദ്യത്തെ സ്വർണം സ്വന്തമാക്കിയത്. പാലപ്പള്ളി പള്ളിക്കുന്ന് സ്കൂളിൽ 8ാം ക്ലാസ് വരെ പഠിച്ച സുഫ്ന അന്നേ ഓട്ട മത്സരത്തിലും പോൾവാട്ടിലും മത്സരിച്ചിരുന്നു. പിന്നീട് നാട്ടിക സ്പോർട്സ് അക്കാദമിയിലും പഠിച്ചു. ക്രൈസ്റ്റിലെ ഹാർബിന്റെ കീഴിൽ പരിശീലിച്ച് സ്കൂൾ നാഷണൽ, ജൂനിയർ നാഷണൽ, അന്തർ സർവകലാശാല മത്സരങ്ങളിലും സ്വർണം നേടി. ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിന് കീഴിൽ തൃശൂരിലെ ജിമ്മിൽ ചിത്ര ചന്ദ്രമോഹന്റെ കീഴിലാണ് സുഫ്ന പരിശീലിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഹിമാചൽ പ്രദേശിൽ നടന്ന ദേശീയ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 ദേശീയ റെക്കോർഡുകൾ സുഫ്നയ്ക്ക് ലഭിച്ചിരുന്നു. ദേശീയ ചാമ്പ്യൻഷിപ്പിലെ ബെസ്റ്റ് ലിഫ്റ്ററായും തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ 2022 45 കിലോ വിഭാഗത്തിൽ ജൂനിയർ ദേശീയ ചാമ്പ്യനുമായിരുന്നു. തന്റെ മുന്നിലുണ്ടായിരുന്ന നിരവധി പ്രശ്നങ്ങളെ തരണം ചെയ്ത സുഫ്നയ്ക്ക് മത്സരത്തിന്റെ അവസാന നിമിഷത്തേക്കടുത്തപ്പോൾ നേരിടേണ്ടി വന്നത് കടുത്ത പ്രതിസന്ധിയായിരുന്നു. മത്സരത്തലേന്ന് 2 കിലോഗ്രാം ഭാരം കൂടുതലാണെന്നറിഞ്ഞ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി വെള്ളം പോലും കുടിക്കാതെ അവസാന കൈയായി മുടിവര മുറിച്ച് സുഫ്ന എത്തിപ്പിടിച്ചത് തന്റെ സ്വപ്നത്തിലേക്കാണ്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ BA ഇംഗ്ലീഷ് 3ാം വർഷ വിദ്യാർത്ഥിനിയായ സുഫ്ന പാലപ്പള്ളിയിലെ ടാപ്പിംഗ് തൊഴിലാളിയായ പരവരാഗത്ത് സലീമിന്റെയും ഖദീജയുടെയും ഇളയ മകളാണ്. അവിടെ ഏതാണ്ട് ഒരു 6ാം ക്ലാസ് തൊട്ട് മത്സരിക്കാൻ തുടങ്ങി. 8ാം ക്ലാസ് ആയപ്പോൾ തന്നെ അവൾക്ക് ഒരു സ്റ്റേറ്റ് മെഡൽ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നാഷണൽ മെഡൽ കിട്ടി. ഗോൾഡ് മെഡൽ കേരളത്തിന് വേണ്ടി കിട്ടിയിട്ടുണ്ട്. അത് വലിയ സന്തോഷമായ കാര്യമാണ്. അവൾക്ക് സ്പോർട്സിനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു മെഡലൊക്കെ കിട്ടി. ഇപ്പൊ ഒരു വലിയ നേട്ടത്തിൽ എത്തിയിട്ട് നല്ല സന്തോഷമുണ്ട്. അവളുടെ ഇഷ്ടത്തിന് പരമാവധി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കഴിയുന്നത് ചെയ്യും. TCV പുതുക്കാട്.